കാശിനാഥൻ. രചന അവതരണം മിത്രവിന്ദ. കാറും കോളും നിറഞ്ഞ കാർമേഘങ്ങളൊക്കെ എവിടെയോ പോയി മറിഞ്ഞു. വീണ്ടും പ്രതീക്ഷയുടെ പൊൻകിരണം നിറഞ്ഞ ഉദയം. അവൾക്ക് ആകാംക്ഷയുണ്ട്, അതോടൊപ്പം ആനന്ദവും. താൻ നാളുകളായി ആഗ്രഹിച്ചതെന്തോ അതിന്ന് നടക്കാൻ പോകുന്നു. തടസ്സം കൂടാതെ എല്ലാം ഒന്ന് ഭംഗിയാക്കി തരണേ ഭഗവാനെ. ഇനിയും പരീക്ഷണങ്ങൾ ഏൽപ്പിക്കല്ലേ. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ജാനിക്ക് അവളുടെ പരദേവതയോട് പ്രാർത്ഥിക്കാൻ. കാലത്ത് 5 മണിക്ക് ജാനി ഉണർന്നു. കുളി കഴിഞ്ഞ ശേഷം പൂജാമുറി ചെന്നപ്പോൾ അച്ഛനും അമ്മയുമൊക്കെ വിളക്ക് കൊളുത്തിയ ശേഷം അവിടെ നിൽപ്പുണ്ട്. മൂവരും ചേർന്ന് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഭഗവാനെ തൊഴുതു. തങ്ങളുടെ മകളെ അനുഗ്രഹിക്കണേ എന്നൊരു നാമം മാത്രം കാശിയുടെയും പാറുവിൻ്റെയും ചുണ്ടിനുണ്ടായിരുന്നുള്ളൂ. ലൈറ്റായിട്ട് ഇത്തിരി ഭക്ഷണമൊക്കെ കഴിപ്പിച്ച ശേഷം ജാനിയെ മേക്കപ്പ് ചെയ്യുവാനായി പാറു ബ്യൂട്ടി പാർലറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 11-നും 11:30 ഇടയ്ക്കാണ് വിവാഹ മുഹൂർത്തം. അതിനു മുൻപ് നന്നായി ഒരുങ്ങി വരുവാനുള്ള ടൈം ഏറെക്കുറെ ജാനിക്കുണ്ട്. അവളിപ്പോൾ കല്ലുവിനെയും കൂട്ടിയാണ് പോകുന്നത്. കൂടെ തന്നെ കാശിയുടെ ജ്യേഷ്ഠനായ കൈലാസിന്റെ മകളും ഉണ്ട്. ഏകദേശം 9 മണിക്ക് ശേഷം പാർവതിയും അവിടേക്ക് എത്തിക്കൊള്ളാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഓർണമെന്റ്സും സാരിയും ഒക്കെയായിട്ട് ജാനി അവരോടൊപ്പം പാർലറിലെത്തി. ആ ബ്യൂട്ടീഷ്യന്റെ കരവിരുതിനാൽ അവൾ ഒരു ദേവതയെപ്പോലെ ശോഭിച്ചു. റെഡ് കളറുള്ള ഒരു കാഞ്ചീപുരം പട്ടായിരുന്നു അവളുടെ മന്ത്രകോടി. അതെടുക്കണോ എന്നുള്ളത് ആദിയുടെ നിർബന്ധമായിരുന്നു. അങ്ങനെ അവന്റെ ഇഷ്ടപ്രകാരമാണ് ആ സാരി തിരഞ്ഞെടുത്തത്. മിതമായ രീതിയിലുള്ള ഓർണമെന്റ്സ് ആയിരുന്നു അവൾ ധരിച്ചത്, അതും ട്രഡീഷണൽ ആയിട്ടുള്ളത്. ആകെ കൂടി അവൾക്കൊരു നിർബന്ധം മാത്രം, മുല്ലപ്പൂവ് തനിക്കേറെ വെക്കണം. ഒരു റെഡ് കളർ പൊട്ടും വേണം. അത് അക്ഷരം പ്രതി ആ ബ്യൂട്ടീഷ്യൻ പാലിക്കുകയും ചെയ്തു. അങ്ങനെ അണിഞ്ഞൊരുങ്ങിയ ശേഷം ജാനി 1-2 ഫോട്ടോസ് എടുത്തു. അച്ഛൻ്റെയും ആദിയുടെയും ഫോണിലേക്ക് അവൾ സെൻഡ് ചെയ്തു. കാശി മകളെ പെട്ടെന്ന് തന്നെ വീഡിയോ കോൾ ചെയ്തു. അവന്റെ മിഴികൾ നിറഞ്ഞതായി ജാനിക്ക് തോന്നി. അച്ഛാ, എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഓവറായിട്ട് എന്തേലും ഉണ്ടോ? ഓവറായിട്ട് ലേശം പോലും ഇല്ല മോളെ, വളരെ നന്നായിട്ടുണ്ട്. കാശി അവന്റെ തള്ളവിരൽ ഉയർത്തി മകളെ കാണിച്ചു. അമ്മ പോന്നിട്ടുണ്ടല്ലോ അല്ലേ അച്ഛാ? ഉവ്വ്, ഒരു 10 മിനിറ്റിനുള്ളിൽ പാറോടെ എത്തും. ഓക്കെ അച്ഛാ, എങ്കിൽ ഞാൻ വെച്ചോട്ടെ? ഓക്കെ മോളെ. ഫോൺ കട്ട് ചെയ്ത ശേഷം അവൾ വാട്സപ്പ് ചെക്ക് ചെയ്തു. ആദ്യത്തെ ഫോട്ടോ കണ്ടോ എന്നുള്ളത്. പക്ഷേ അവൻ സീൻ ചെയ്തിട്ടില്ല. ആളും നല്ല തിരക്കാണെന്ന് ജാനി ഊഹിച്ചു. കല്ലുവും ഒപ്പം തന്നെ കൈലാസിന്റെ മകളുമൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കടും ഓറഞ്ച് നിറമുള്ള ഒരു പട്ടുസാരിയാണ് കല്ലു തിരഞ്ഞെടുത്തത്. അതിന് ചേരുന്ന ഓർണമെന്റ്സ് ഒക്കെ ഇട്ടുകൊണ്ട് അവർ സുന്ദരിയായി. ഹാൻഡ്ലൂമിന്റെ ടെമ്പിൾ ഡിസൈൻ ചെയ്ത ഒരു സെറ്റ് സാരിയും അതിനോട് മാച്ച് ചെയ്യുന്ന കാഞ്ചീപുരം മെറ്റീരിയൽ ചേർന്ന ഒരു ബ്ലൗസുമാണ് കൈലാസിന്റെ മകൾ മീനാക്ഷി ധരിച്ചത്. ആ കുട്ടി ജനിച്ചപ്പോൾ മുതൽ UK-യിലാണ്. അവൾക്ക് നാടൻ രീതികളൊന്നും ഒരു വശവുമില്ല. എന്നാൽ ഈ വേഷത്തിൽ മീനാക്ഷിയെ കണ്ടാൽ അവൾ പുറത്തു പഠിച്ചു വളർന്നതാണെന്ന് ആരും പറയില്ല. അത്രയ്ക്ക് മനോഹരിയായിരുന്നവൾ. ജാനിക്ക് ഒരുപാട് ഇഷ്ടമായി മീനാക്ഷിയുടെ കോസ്റ്റ്യൂംസ്. അങ്ങനെ എല്ലാവരും ചേർന്ന് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് പാറുവിന്റെ വരവ്. ഇന്നത്തെ പ്രധാനപ്പെട്ട താരം വന്നല്ലോ. പാറുവിനെ കണ്ടതും ജാനി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പാറു പക്ഷെ ജാനിയെ അടിമുടി നോക്കി കാണുകയായിരുന്നു. മോളെ, നന്നായിട്ടുണ്ടടാ. പാറു മകളെ കെട്ടിപ്പിടിച്ച് അവളുടെ കവളിൽ മുത്തം നൽകി. അവളെ ആദ്യമായി കയ്യിലേക്ക് കിട്ടിയ നിമിഷമാണ് പാറുവിന്റെ മനസ്സിലപ്പോൾ. അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പിയതും ജാനി അമ്മയെ നോക്കി കണ്ണുരുട്ടി. അമ്മയുടെ ചുന്ദരിക്കുട്ടി. അവളുടെ വലതു കൈ എടുത്ത് അതിൽ ഉമ്മ വെച്ച ശേഷം അവർ കണ്ണീർ തുടച്ചു. പാറുവിന്റെ വിഷമം കണ്ടപ്പോൾ ജാനിയുടെ മുഖവും മാറാൻ തുടങ്ങി. അപ്പോഴേക്കും കല്ലു ഇരുവരെയും ആവശ്യത്തിന് ശകാരിച്ചു. സമയം പോകുമെന്ന് പറഞ്ഞ് ബ്യൂട്ടീഷ്യൻ പെട്ടെന്ന് തന്നെ പാറുവിനെ റെഡിയാക്കി. വൈൻ റെഡ് നിറമുള്ള ഒരു കാഞ്ചീപുരം പട്ട്, അതിനോട് ചേർന്ന് ചെട്ടിനാട് ഓർണമെന്റ്സ്. ഉടുത്തൊരുങ്ങിയിറങ്ങിയ പാറുവിനെ കണ്ടപ്പോൾ അവളാണ് ഏറ്റവും സുന്ദരിയെന്ന് പറഞ്ഞ് ജാനി കളിയാക്കി. അച്ഛനെ ഉടനെ തന്നെ വീഡിയോ കോൾ വിളിച്ചു. പക്ഷെ തിരക്ക് കാരണം കാശി എടുത്തില്ല. അവരെ എല്ലാവരെയും തിരികെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നത് ഭഗത്താണ്. എങ്ങനെയുണ്ട്, ഞങ്ങളൊക്കെ സുന്ദരിമാരായോ? നീ ഒന്ന് നോക്കിയേ. ജാനി പാതി കളിയോടെ ഭഗത്തിനോട് ചോദിച്ചു. എല്ലാവരെയും അവൻ അടിമുടി മാറി മാറി നോക്കി. എന്നാൽ ഒരുവളിൽ മാത്രം അവന്റെ മിഴികൾ ഒരു വേള നിശ്ചലമായി. അത് മറ്റാർക്കും പിടികിട്ടിയില്ലെങ്കിലും മീനാക്ഷിക്ക് വ്യക്തമായിരുന്നു. ഒരാഴ്ച മുന്നേ നാട്ടിലെത്തിയപ്പോൾ മുതൽക്കേ അവൾ ജാനിയോടൊപ്പമാണ്. ആ സമയത്തൊക്കെ
ഈയുള്ളവന്റെ നോട്ടവും മിഴികളിലെ തിളക്കവുമൊക്കെ മീനാക്ഷി നോക്കി കാണുന്നുണ്ട്. എല്ലാം ഉള്ളിലൊതുക്കി മനസ്സാലെ ചിരിച്ചുകൊണ്ട് അവൾ ഭഗത്തിന്റെ വണ്ടിയിൽ കയറി. ഉം എന്തോ പിടികിട്ടിയ പോലെ ജാനിയൊന്ന് മൂളിയപ്പോൾ മീനാക്ഷി ചെറുതായൊന്ന് ഞെട്ടി. ജാനിയെ മുഖം തിരിച്ചു നോക്കിയപ്പോൾ അവൾ ഒരു കണ്ണിറക്കി കാണിച്ചുകൊണ്ട് അവളുടെ കൈത്തണ്ടയിൽ അമർത്തി. അപ്പോ എങ്ങനെ, സെറ്റല്ലേടാ? ജാനി അവനോട് ചോദിച്ചപ്പോൾ 100% സെറ്റ് എന്നായിരുന്നു അവൻ മറുപടി പറഞ്ഞത്. അവൾ ഇത്ര വേഗം എങ്ങനെ തിരിച്ചറിഞ്ഞുവെന്നോർത്ത് മീനാക്ഷി അന്തിച്ചിരുന്നു. ഒപ്പം അവന്റെ മറുപടിയിൽ നാണത്തോടെ മുഖം കുനിച്ചു. വീട്ടിലെത്തിയ ശേഷം ദക്ഷിണ വാങ്ങൽ ചടങ്ങായിരുന്നു ആദ്യം. മുതിർന്ന കാരണവന്മാരോടൊക്കെ അനുഗ്രഹം വാങ്ങിച്ചു. അച്ചാച്ചന്റെ അച്ഛമ്മയുടെയും ചെല്ലക്കിളിയായി ജാനി അങ്ങനെ നിന്നു. വൈദേഹി അപ്പച്ചി അങ്കിളും വന്നിട്ടുണ്ട്. അവരുമായൊക്കെ നിറയെ ഫോട്ടോ എടുത്തിരുന്നു. ഒപ്പം കൈലാസ് വല്യച്ഛനും മീനാക്ഷിയുമായിട്ടും. മീനാക്ഷിയുടെ അമ്മ വന്നിട്ടില്ല, അവർക്ക് ലീവ് കിട്ടിയില്ല. പക്ഷേ വരാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണെന്ന് മീനു ജാനിയോട് പറഞ്ഞു. അമ്മയുടെ യാതൊരു ജാടയും അഹങ്കാരവും ഒന്നുമില്ലാത്ത ഒരു പാവം കുട്ടിയാണ് മീനാക്ഷി. അവളെ ഭഗത്തിനോട് ചേർക്കാൻ ജാനി നേരത്തെ മനസ്സിൽ കുറിച്ചതാണ്. പക്ഷെ ഇവിടെ രണ്ടാളും ചേർന്ന് ഒരു ലൈൻ വരച്ച കാര്യം അവൾക്കറിയാൻ വൈകി. അവസാനം മിനുക്കുപണികളൊക്കെ നടത്തുവാൻ വേണ്ടി മീനാക്ഷി മുറിയിലേക്കൊന്ന് പോയതാണ്. ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് കൊണ്ട് ഒന്നുകൂടെ ചുണ്ടുകൾ നിറം വെപ്പിച്ചു. ശേഷം കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്തു. വാതിലടയുന്ന ശബ്ദം കേട്ടതും അവൾ ഞെട്ടിത്തിരിഞ്ഞു. നോക്കിയപ്പോൾ കുറ്റിയിട്ട ശേഷം അകത്തേക്ക് കയറി വരുന്ന ഭഗത്തിനെയാണ് അവൾ കണ്ടത്. പെണ്ണൊന്ന് ഞെട്ടിപ്പോയി. സുന്ദരിയായിട്ടുണ്ടല്ലോ എന്റെ മീനൂട്ടി. വന്നിട്ട് അവളുടെ മുഖത്തിന് 2 കൈകൊണ്ട് ഒഴിഞ്ഞ് അവന്റെ കാതുകളുടെ പിന്നിലേക്ക് വെച്ച് ഒന്ന് ഞൊട്ട വിട്ടു. എന്താ, എന്തിനെങ്ങോട്ട് വന്നേ? ആരേലും കാണും. മീനാക്ഷി ആകെ പരവശയായി. ഞാൻ വന്നതേ എന്റെ മീനൂട്ടി ഒന്ന് അടുത്ത് കാണാൻ വേണ്ടിയാ, ഒപ്പം ഒരു ഉമ്മ തരാനും. അവൻ അവളുടെ മിഴികളിൽ നോക്കി പറഞ്ഞതും പെണ്ണിന്റെ കിളിപോയ അവസ്ഥയാണ്. ചേട്ടാ, ആരെങ്കിലും കാണും, പ്ലീസ്, എനിക്ക് പേടിയാ, ഒന്ന് ഇറങ്ങിപ്പോവോ? ശരി ശരി, എന്റെ കൊച്ചു പേടിക്കണ്ടാട്ടോ, ഞാൻ പോയേക്കാം. പക്ഷേ എനിക്ക് ഉമ്മ തന്നേ പറ്റൂ. അതിന്ന് തന്നെ തരും, ഏത് പാതിരാത്രി ആയാലും ശരി. അവളുടെ കാതിലേക്ക് മുഖം ചേർത്തുകൊണ്ട് പറഞ്ഞ ശേഷം ഭഗത് ഒന്നും അറിയാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. 10-15 കൂടി എല്ലാവരുടെയും അനുഗ്രഹാശസ്സുകളോടെ ജാനി അച്ഛന്റെ അമ്മയുടെ ഒപ്പം വിവാഹസ്ഥലത്തേക്ക് പുറപ്പെട്ടു. ടൗണിലെ പ്രധാനപ്പെട്ട കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ചടങ്ങ്. ഏറ്റവും മുന്തിയ രീതിയിൽ അവിടമാകെ അലങ്കരിച്ചു. കേരളത്തനിമ വിളിച്ചോതുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ് എല്ലാം. കഥകളിയും തിരുവാതിരയും ചെണ്ടമേളവും ഒക്കെ ചേർന്ന് ആകെക്കൂടി ഉത്സവം പോലെ. ചെക്കനും കൂട്ടരും എത്തിച്ചേർന്നിട്ടുണ്ട്. കാശിയും പാറുവും അർജുനും കൈലാസും ഒപ്പം കൃഷ്ണമൂർത്തിയും സുഗന്ധിയും എല്ലാവരും ചേർന്ന് ഇറങ്ങിച്ചെന്ന് ചെക്കനെയും അവന്റെ ആളുകളെ സ്വീകരിച്ചു. ഭഗത്തായിരുന്നു ജാനിയുടെ സഹോദരന്റെ സ്ഥാനത്ത് നിന്നത്. രവിശങ്കറും ഭാര്യയുമൊക്കെ സന്തോഷത്തോടെ കാശിയും പാറുവുമായി ചേർന്ന് നിന്നു. ഗോൾഡൻ നിറമുള്ള ഒരു കുർത്തയും കസവും മുണ്ടുമാണ് ആദിയുടെ വേഷം. ആ ഒരു ലുക്കിൽ അവൻ ബോളിവുഡ് ആക്ടറെ പോലെ ശോഭിച്ചു. അകത്തേക്ക് വന്നിരുന്നപ്പോൾ അവന്റെ മിഴികൾ നാലുപാടും തിരഞ്ഞു. ജാനി ഒന്ന് കാണാനായി. പാവം ആദി, അവന്റെ ഫോൺ എടുത്തൊന്നും നോക്കാൻ പോലുമുള്ള ടൈം നമ്മുടെ ചെക്കന് കിട്ടിയില്ലെന്നേ. അതുകൊണ്ട് ജാനി എങ്ങനെയാണ് ഒരുങ്ങിയതെന്നൊന്നും അവന് യാതൊരു നിശ്ചയവുമില്ലായിരുന്നു. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ ജാനിയെ താളമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു കൊണ്ടുവരുന്നത് അവൻ ഒരു നോക്ക് കണ്ടു. ആദിയുടെ ചുടുകളിൽ ഒരു പൂപ്പുഞ്ചിരി വിരിഞ്ഞു. അവന്റെ അരികിലായിരുന്ന സഹോദരി ആദിയുടെ കൈത്തണ്ടയിൽ ഒന്ന് പിച്ചി. അതെ, എന്റെ ഏട്ടത്തിയമ്മ കണ്ണു വെക്കല്ലേ പ്ലീസ്, പാവല്ലേ കൊച്ച്. അവന്റെ കാതിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പതിയെ ശബ്ദം താഴ്ത്തി പറയുകയാണ് അനുജത്തി. മറുപടിയായി അവളെ ഒന്ന് കണ്ണിറക്കി കാണിച്ചുകൊണ്ട് ആദ്യം മണ്ഡപത്തിലേക്ക് നോക്കിയിരുന്നു. ജാനി വന്നിട്ട് സദസ്സിനെ വണങ്ങിയ ശേഷം അച്ഛന്റെ അമ്മയുടെ അരികിലായി നിന്നു. ആദി അവളുടെ അരികിലായി വന്ന് നിന്നപ്പോൾ ജാനിക്ക് ഹൃദയത്തിൽ ഒരു വേലിയേറ്റം പോലെ. അവന്റെ സാമീപ്യം അത്രമേൽ ആഗ്രഹിച്ച നിമിഷം, പ്രാർത്ഥിച്ച നിമിഷം, അതിന്ന് സാധ്യമാകുകയാണ്. ക്ഷേത്രപുരോഹിതൻ ഉറക്കെ മന്ത്രോച്ചാരണങ്ങൾ ജപിച്ചു. ശേഷം മഞ്ഞച്ചരടിൽ കൊടുത്ത പൂത്താലിയെടുത്ത് അദ്ദേഹം കാശിയുടെ കയ്യിലേക്ക് കൊടുത്തു. കാശിയാണത് ആദിക്ക് കൈമാറിയത്. 33 കോടി ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് കാശിനാഥനത് അവന് നൽകിയത്. ഒരു മന്ദസ്മിതത്തോടെ ആദി ആ താലി ഏറ്റുവാങ്ങി.
ജാനിയുടെ മുഖത്തേക്ക് അവൻ മെല്ലെ നോക്കി. അവൾ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. എന്റെ ജാനി, ഇത്രനാളും അവൾ തനിക്ക് വേണ്ടി കാത്തിരുന്നു. തന്റെ വരവിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ നിമിഷവും പ്രതീക്ഷ കൈവിടാതെ അവൾ കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിനായിരുന്നു. മറ്റാരേക്കാളും അത് തനിക്ക് വ്യക്തമായി അറിയാം. മഹാദേവ, നീയാണ് തുണ. ഞങ്ങളെ ഇനിയും പരീക്ഷിക്കാതെ നല്ലൊരു ജീവിതം നൽകി അനുഗ്രഹിക്കണേ. മനസ്സാൽ മന്ത്രിച്ചുകൊണ്ട് അവൻ ജാനിയുടെ കഴുത്തിൽ താലി ചാർത്തി. അവളുടെ സീമന്തം അവൻ തന്റെ തൊടുവിരലിൽ ചുമപ്പിച്ചു. പരസ്പരം മാലയിട്ടപ്പോൾ ഇരുവരുടെയും കണ്ണു നിറഞ്ഞു. അച്ഛനമ്മമാരുടെ അനുഗ്രഹം വാങ്ങും മുന്നേ ജാനി അച്ഛമ്മയുടെ അച്ചാച്ചൻ്റെയും കാലിത്തൊട്ട് വണങ്ങി. സുഗന്ധിയും കൃഷ്ണമൂർത്തിയും അവർക്ക് രണ്ടാൾക്കും മുത്തം കൊടുത്തു. അതൊക്കെ കണ്ടുകൊണ്ട് പാർവതി തന്റെ ഈറൻമിഴികൾ ഒപ്പിയപ്പോൾ കാശി അവളെ ചേർത്തു പിടിച്ചിരുന്നു. ബിസിനസ് രംഗത്തെ പ്രമുഖ വ്യക്തികളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, അങ്ങനെ നിരവധി ആളുകൾ എത്തിയിരുന്നു ആ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ. വളരെ ലളിതമായ രീതിയിൽ ഒരുപാട് ആളുകളെ ഒന്നും ക്ഷണിക്കാതെ നടത്തണം എന്നൊക്കെയായിരുന്നു ജാനിയുടെ ആഗ്രഹം. പക്ഷെ ഓരോരുത്തരെയും ക്ഷണിച്ചു വന്നപ്പോൾ ഒരു നീണ്ട ലിസ്റ്റ്. ഒടുവിൽ വളരെ നല്ല രീതിയിലാണ് ചടങ്ങുകളൊക്കെ പ്ലാൻ ചെയ്തത്. ഓരോരുത്തരെ സ്റ്റേജിലേക്ക് കയറി വന്ന് ഫോട്ടോസ് എടുക്കാനായി വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാൾ കടന്നു വന്നു. അവൾ ഒരു വേള അന്തിച്ച് നിന്നുപോയി. വർഷങ്ങൾ ശേഷം പിന്നെയും ഒരു കണ്ടുമുട്ടൽ. ദേവും ഗൗരിയും ഒപ്പം അവരുടെ കുഞ്ഞുവാവയും. നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ ജാനി അവരെ സ്വീകരിച്ചു. അച്ഛനായിരിക്കും വിളിച്ചതെന്ന് അവൾ ഊഹിച്ചു. കൺഗ്രാജുലേഷൻസ് ജാനി. ഹലോ ആദി. ഇരുവരെയും മാറി മാറി ആശംസിച്ച ശേഷം ദേവ് കയ്യിലിരുന്ന കുഞ്ഞിനെ വാങ്ങി. ഗൗരി, സുഖമല്ലേ? ജാനി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. സുഖം മാഡം, ആദി സാർ വിളിച്ചിരുന്നു. ഉറപ്പായും വരണമെന്ന് പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രിയിലെത്തി. ഇത്തിരി ലേറ്റായിപ്പോയി, സോറി കേട്ടോ. ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ രണ്ടാളും എത്തിയല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ആദിയും ദേവും തമ്മിൽ അപ്പോൾ സംസാരിക്കുകയാണ്. ആദ്യ ഇടയ്ക്കൊക്കെ ദേവിന്റെ കയ്യിലിരുന്ന കുഞ്ഞിന്റെ കവളിൽ പിടിക്കുന്നുണ്ട്. ഓമനത്തം തുളുമ്പുന്ന നല്ലൊരു കുഞ്ഞുവാവ. ജാനിയും കുഞ്ഞിനെ എടുക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി. പരിചയമില്ലാത്തവരെ കണ്ടതിനാൽ കുഞ്ഞുവാവ ചെറുതായി കരയാൻ തുടങ്ങി. അവർക്ക് ആശംസകളൊക്കെ നൽകിയ ശേഷം വൈകാതെ തന്നെ ഗൗരിയും ദേവും മടങ്ങിപ്പോയിരുന്നു. ആദ്യമായിട്ടും വിളിച്ചല്ലേ ഇവരെ? നമ്പർ എവിടുന്ന് കിട്ടി? അത് ഞാനിന്ന് ഓഫീസിൽ വന്നപ്പോൾ നമ്പർ കളക്ട് ചെയ്തായിരുന്നു. നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ? അവൻ ചോദിച്ചതിന് മറുപടിയായി ഒരു കൂർത്ത നോട്ടമാണ് അവൾ നൽകിയത്. നമ്മൾ രണ്ടാളും ഒന്നിക്കുന്നത് അവരും കൂടി കാണണമെന്ന് ചെറിയൊരു അത്യാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതേ ഉള്ളൂ. നിനക്കിഷ്ടായില്ലെങ്കിൽ സോറി കേട്ടോ. പതിയെ അവളോട് പറഞ്ഞ ശേഷം അവൻ അല്പം കൂടി ചേർന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. ഇതിനിടയിലൂടെ ഒരു 11 KB ലൈൻ പോകുന്നത് ഞാൻ അറിയുന്നുണ്ട് കേട്ടോ മീനാക്ഷി. സദ്യ കഴിക്കാനിരുന്നപ്പോൾ ജാനി മീനാക്ഷിയെ നോക്കി അടക്കം പറഞ്ഞു. ഒന്നുമില്ല ചേച്ചി, വെറുതെ അയാൾക്കൊരു പണിയില്ല, ചുമ്മാ ഇങ്ങനെ വായി നോക്കി നടക്കുക. വായി നോട്ടം ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അവൻ സീരിയസ് ആണ്, അതെനിക്ക് പിടികിട്ടി. ജാനി അത് പറയുകയും മീനാക്ഷി ചെറുതായി ഒന്ന് ഞെട്ടി. അവൻ പാവാടി, യാതൊരു ബാഡ് ഹാബിറ്റ്സും അവനില്ല. എനിക്ക് 100% വ്യക്തമായി അറിയാം. നിന്റെയും ഭഗത്തിൻ്റെയും വിവാഹം നടന്നാൽ അതിലേറ്റവും സന്തോഷിക്കുന്നത് ഈ ഞാനാണ്. കാരണം അത്രമാത്രം നല്ലൊരു ജീവിതം എൻ്റെ മീനാക്ഷി കുട്ടിക്ക് അവനിലൂടെ കിട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകിയ ശേഷം സ്വല്പം മാറി നിന്ന് ജാനി മീനാക്ഷിയോടായി പറഞ്ഞു. ഭഗതാണെങ്കിൽ ആ സമയത്തൊക്കെ കാശിയുടെ ഒപ്പം ഓടി നടക്കുകയാണ്, ഓരോരോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുവാനായി. ഇവന്റ് മാനേജ്മെന്റ് ടീമൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ ക്ഷണിക്കപ്പെട്ട വിശിഷ്ട അതിഥികളെയൊക്കെ സ്വീകരിക്കുവാനും സംസാരിക്കാനുമൊക്കെ കാശിയും അർജുനും ഭഗത്തുമാണ് നിന്നത്. ആദ്യയുടെ അനിയത്തിയുമായി നിന്ന് ഓരോ സെൽഫി എടുക്കുകയാണ് ജാനിയും മീനാക്ഷിയും. ചെക്കൻ്റെ വീട്ടിലേക്ക് പുറപ്പെടാൻ സമയമായി എന്ന് കല്ലുവാണ് വന്ന് പറഞ്ഞത്. അത് കേട്ടതും ജാനിയൊന്ന് പകച്ചു. അവൾ ആദിയുടെ കൂടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. പാർവതിയാണെങ്കിൽ ഇപ്പൊ പൊട്ടിപ്പോകും എന്ന മട്ടിലാണ് നിപ്പ്. വിറയ്ക്കുന്ന കൈകളോടെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങാനായി ജാനി ആദിയോടൊപ്പം കുനിഞ്ഞു. ഇരുവരുടെയും നെറുകയിൽ അനുഗ്രഹിച്ച ശേഷം കാശി മകളുടെ കൈപിടിച്ച് ആദിയുടെ വലങ്കയിൽ ഏൽപ്പിച്ചു. അത്രയും നേരം പിടിച്ചു നിന്ന കാശിയുടെ മിഴികൾ അപ്പോഴേക്കും സജലമായിരുന്നു. തുടരും.